നിർമ്മാണ സാമഗ്രികൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് തമിഴ്നാട്ടിൽ വിലക്ക് വരികയാണ്. ഇന്നലെ മുതൽ 3 മാസത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിലക്ക് പ്രാബല്യത്തിലാകുന്നതോടെ ദേശീയപാത നിർമ്മാണം, വിഴിഞ്ഞം തുറമുഖ വികസനം തുടങ്ങിയ വലിയ പദ്ധതികളെ ഈ ഉത്തരവ് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനാണ് ഇപ്പോൾ വിലക്ക് വരുന്നത്. കണ്ണൻ നായർ വിവരങ്ങളുമായി ചെന്നത്. കണ്ണൻ, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വലിയ വിലക്ക് വരുന്നത്? അവിടെ എന്തെങ്കിലും വലിയ പ്രതിസന്ധി ഉണ്ടോ? തൽക്കാലത്തേക്കാണോ? 3 മാസം കൊണ്ട് ഈ ഉത്തരവ് മാറുമോ? എന്താണ് സാഹചര്യം? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് വിചിത്രമാണ് രതീഷ്. അതിൽ പറയുന്നത് ഈ വലിയ ടോറസ് ലോറികളൊക്കെ പോകുമ്പോൾ തമിഴ്നാട്ടിലെ റോഡുകൾ തകരുന്നു എന്നുള്ള ഒരു വിചിത്രനായി ഇവർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അസംസ്കൃത സാമഗ്രികളുടെ ലഭ്യതക്കുറവുണ്ട്. മറ്റൊന്ന്, ഈ സാമഗ്രികൾ കിട്ടാത്ത അവസ്ഥ തമിഴ്നാട്ടിലുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളും ഇവർ പറയുന്നുണ്ട്. എങ്കിൽ പോലും നമ്മുടെ സംസ്ഥാനത്തേക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള നിർമ്മാണ സാമഗ്രികൾ, പാറയായാലും മറ്റ് കാര്യങ്ങളായാലും തന്നെ കേരളത്തിലേക്ക് എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ നിന്ന് പൂർണ്ണമായും ഇനിയും 3 മാസത്തേക്ക് സാമഗ്രികൾ വരില്ല. അതുമൂലം ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കെട്ടിട നിർമ്മാണ മേഖലയെ പ്രതികൂലമായി തന്നെ ബാധിക്കും. അതിനേക്കാൾ ഉപരി നമ്മുടെ പൊതുഗതാഗതത്തിന്റെ ഭാഗമായിട്ടുള്ള ദേശീയപാതയുടെ നിർമ്മാണം, അത് പ്രതിസന്ധി ഉണ്ടാക്കും. വിഴിഞ്ഞത്തിന്റെ തുറമുഖത്തിന്റെ വികസനം അത് പ്രതിസന്ധി ഉണ്ടാക്കും. ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ മറ്റ് സംസ്ഥാനങ്ങളെ കൂടി പരിഗണിച്ച് വേണം ഉത്തരവിറക്കാൻ. അതിലെടുത്ത് പറയേണ്ടത്, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മധുര ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. എല്ലാ ചെക്ക് പോസ്റ്റുകൾ വഴിയും ഇത്തരത്തിൽ വലിയ ടോറസ് ലോറികളിൽ തമിഴ്നാട്ടിൽ നിന്ന് ധാതുക്കൾ കൊണ്ടുപോകാൻ അനുമതി നൽകിക്കൊണ്ട് ഒരു ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ ഉത്തരവിന് പുല്ല് വില പോലും കൽപ്പിക്കാതെയാണ് തമിഴ്നാട് സർക്കാരിലെ ചില ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കുന്നതെന്നുള്ളതാണ്. ഇതൊരു അഴിമതിക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു വിമർശനം ഉയരുന്നുണ്ട്. അത് പല സമയങ്ങളിലും ഈ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണ് കോറികൾ നടത്തുന്നത്. അതുപോലെ തന്നെ ലോറികളിലെ ഭൂരിപക്ഷവും ഉടമകളായിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. അവരെ ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കുകയും അവരിൽ നിന്ന് കൈക്കൂലി അടക്കം വാങ്ങിക്കൊണ്ട് വീണ്ടും ഈ ഉത്തരവ് തിരുത്താൻ വേണ്ടിയുള്ളൊരു നീക്കമാണ് എന്നുള്ളത് പറയപ്പെടുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ലോറി ഉടമകളുടെ ഒരു പ്രശ്നമാണ്. ലോറി ഉടമകൾ ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് വായ്പ എടുത്താണ് ഈ ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി അത്തരത്തിലൊരു പ്രതീക്ഷ വെച്ചുകൊണ്ട് ഈ ലോറികൾ വാങ്ങിയത്. 3 മാസം ഈ ലോറികൾ ഓടാതിരുന്നു കഴിഞ്ഞാൽ ഈ ലോറികളെല്ലാം തന്നെ CC ആൾക്കാർ പിടിച്ചുകൊണ്ട് പോകുന്നൊരു സ്ഥിതി ഉണ്ടാകും. CCയിലേക്ക് ബാങ്കുകൾക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. കാര്യം ഒരു ദിവസം 80,000 മുതൽ 1,4 ലക്ഷം രൂപ, ഒരു മാസം 80,000 മുതൽ 1,4 ലക്ഷം രൂപ വരെയൊക്കെയാണ് CC അടയ്ക്കേണ്ടത്. 3 മാസമൊക്കെ ആകുമ്പോഴേക്കും 3,4 ലക്ഷം 4 ലക്ഷം രൂപയുടെ ഒരു അടയ്ക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടാകും. അതുമൂലം ഈ ലോറി ഉടമകളുടെ എല്ലാം ജീവിതം താഴ്ന്നിരുന്നൊരു സ്ഥിതി ഉണ്ടാകും. അതിനേക്കാളൊക്കെ ഉപരിയാണ് കേരളത്തിലെ നിർമ്മാണ മേഖലയെ പൂർണ്ണമായും തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ, ഈ തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും തമ്മിലുള്ള ഒരു ഊഷ്മളമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവുകളൊക്കെ നടപ്പാക്കാവുന്നതാണെങ്കിൽ പോലും അതിനൊന്നും പാലിക്കാതെ ചില ഉദ്യോഗസ്ഥരുടെ ഒരു കടുംപിടുത്തമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും.